പ്രിയപ്പെട്ടവരെ, ഞാൻ ചെറിയ 2-3 കാര്യങ്ങൾ നിങ്ങളിലോട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നു. അതിലത്തെ ഒരു കാര്യം, ഇന്ന് എല്ലാവർക്കും ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം, കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ഒപ്പം ഡോക്ടർമാരെയും വളരെയധികം സംശയത്തിലും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലും സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചുമയുടെ മരുന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയുടെ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു പ്രചാരണം. അത് ചില കാര്യങ്ങൾ ശരിയാണ്. അതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഓർഡർ, അത് മുമ്പേ ഉള്ളത് തന്നെയാണ്, പക്ഷെ അതിപ്പോൾ വീണ്ടും ഡ്രഗ് കൺട്രോളർ ഇറക്കിയിട്ടുണ്ട്. ചുമയുടെ മരുന്ന് 2 വയസ്സുള്ള താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചും അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ മുഖേനയും മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് വരാൻ കാരണമുണ്ടായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലുണ്ടായ ഒരു അപകടത്തിന്റെ പേരിലാണ്. അതായത് അവിടെ ഉണ്ടായ ഒരു ചുമയുടെ സിറപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ ആക്ച്വലി ആ ചുമയുടെ മരുന്ന് കാരണമല്ല പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് മരണം വരെ സംഭവിച്ചത്. അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചില മെറ്റീരിയൽസ്, അതായത് ചുമയുടെ മരുന്നിന്റെ കണ്ടന്റിന്റെ അല്ല, അത് അതിലത്തെ സിറപ്പിന്റെ കണ്ടന്റിന് ഉപയോഗിച്ച ചില മെറ്റീരിയൽസിന്റെ എന്താ പറയുക, ഉപയോഗശൂന്യമായ കുറച്ച് കാര്യങ്ങൾ അതിൽ ഉപയോഗിച്ച കാരണമാണ് ആ സിറപ്പിന് അങ്ങനെ ഉണ്ടായത്. അല്ലാണ്ട് ആ സിറപ്പിൽ അടങ്ങിയ സാധനങ്ങളെ കൊണ്ടുള്ള സൈഡ് ഇഫക്റ്റ് കൊണ്ടല്ല കുട്ടികൾക്ക് മരണം സംഭവിച്ചത്. അതെന്തും ആവട്ടെ, പക്ഷെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുമ എന്ന് പറയുന്ന മരുന്ന് എപ്പോഴും ഏത് ആളായാലും അത് ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ഫാർമസികളിൽ പോയി മാത്രം വാങ്ങിക്കുക. ചുമയുടെ മരുന്ന്, ചുമ പല കാരണങ്ങളെ, ചുമ എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ചുമ ഒരു ലക്ഷണമാണ്, രോഗത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ അതായത് ഇപ്പൊ ന്യൂമോണിയ ഉണ്ടെങ്കിൽ ചുമയ്ക്കും, ആസ്തമ അതായത് വലിവിന്റെ അസുഖം ഉണ്ടെങ്കിൽ ചുമയ്ക്കും, അതുപോലെ അലർജിയുടെ അസുഖം ഉണ്ടെങ്കിൽ ചുമയ്ക്കും, അതുപോലെ ജലദോഷം, സാധാ ജലദോഷം തന്നെ വളരെ മൂർധന്യത്തിലെത്തുമ്പോഴും നല്ല ചുമയുണ്ടാവും. അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും ഫോറിൻ ബോഡി ഏതെങ്കിലും അബദ്ധ വസ്തുക്കൾ വിഴുങ്ങുകയോ ശ്വാസകോശത്തിൽ കുരുങ്ങുകയോ ചെയ്താലും, അല്ലെങ്കിൽ പുക ശ്വസിക്കുക, ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയും ചുമയുണ്ടാവാം. അപ്പൊ ഇതിനെല്ലാം വ്യത്യസ്തമായ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഉപയോഗിക്കുന്നത് തീരുമാനിക്കേണ്ടതും ഡോക്ടറാണ്. അതായത് ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടർ പേഷ്യന്റിന്റെ രോഗലക്ഷണം വെച്ചിട്ടാണ് പറയേണ്ടത്. അപ്പോൾ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കണ്ട എന്ന് നിശ്ചിതമായിട്ട് കേന്ദ്ര ഗവൺമെന്റോ അല്ലെങ്കിൽ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യയോ പറഞ്ഞിട്ടില്ല. അത് സൂക്ഷിച്ചും കണ്ടറിഞ്ഞും ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. അവർ മെയിനായിട്ട് ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചില ഡ്രഗ് കോമ്പിനേഷൻസ്, അതായത് ചില ഡ്രഗ് മിക്സ്ചറുകൾ, അത് കോഫ് സപ്രസൻസും അതുപോലെ ചില ആന്റിഹിസ്റ്റമിനിക്സ് അലർജിക് മരുന്നുകളും കലർന്നിട്ടുള്ള ചില കോമ്പിനേഷൻ മരുന്നുകൾ ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചില ആന്റിഹിസ്റ്റമിനിക്സും 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ എന്നിരുന്നാലും ചില ചുമകളിൽ നമുക്ക് നിർബന്ധിതമായി ഉപയോഗിക്കേണ്ട ചില മരുന്നുകളുണ്ട്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ശ്വാസം മുട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ബ്രോങ്കോസ്പാസം അതുള്ള കുട്ടികൾക്ക് നമുക്ക് ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ഉപയോഗിക്കാം. അത് ചുമയുടെ മരുന്നല്ല, ചുമയ്ക്ക് ഉപയോഗിക്കാം. അതായത് നമ്മുടെ ശ്വാസനാളം ചുരുങ്ങി വരുമ്പോഴാണ് നമുക്ക് ശ്വാസം മുട്ടി എന്ന അസുഖം ഉണ്ടാകുന്നത്. അതിനെ വികസിപ്പിക്കാവുന്ന മരുന്നുകൾ ഉപയോഗിക്കാം. ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്, അത് ഉപയോഗിക്കാം. പക്ഷെ അതും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അലർജി കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില അലർജിക് മെഡിസിൻസും ഉപയോഗിക്കാം. 6 മാസം കഴിഞ്ഞ കുട്ടികൾ മുതൽ ഉപയോഗിക്കാവുന്നതാണ് ചുമയുടെ അങ്ങനത്തെ മരുന്നുകൾ. അല്ലാതെ ഈ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ ചില മരുന്നുകൾ ഉപയോഗിക്കുന്നത് 7 വയസ്സിന് ശേഷം മാത്രം ഉപയോഗിക്കാവുന്ന ചില ഡ്രൈ കോഫിനുള്ള മരുന്നുകളുണ്ട്. അതുപോലെ ചുമയെ തന്നെ പിടിച്ചു നിർത്തുന്ന കഫ് സപ്രസൻസ് എന്ന് പറയുന്ന കുറെ മരുന്നുകളുണ്ട്. ഇതൊന്നും കുട്ടികളിൽ ഉപയോഗിക്കരുത്. അതേസമയം ഇങ്ങനത്തെ ബ്രോങ്കോ ഡൈലേറ്റേഴ്സോ ചെറിയ വക ചില ആന്റിഹിസ്റ്റമിനിക്സ് ആയിട്ടുള്ള ഉപയോഗിക്കാവുന്ന, കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന, സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ചില മരുന്നുകൾ, ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചുമയുടെ മരുന്ന് എന്ന് പറഞ്ഞിട്ട് ആരും ആകുലപ്പെടേണ്ടതില്ല. പക്ഷെ അതിന് കുറെ സമയബന്ധിതവും എന്താ പറയുക, അതിന് ഉപയോഗിക്കുന്ന രീതിയിലും സമയത്തും അതിന്റെ ഡോസേജ് അനുസരിച്ചിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ ആരും ഇങ്ങനെ ചുമയുടെ മരുന്ന് കൊടുത്താൽ കുട്ടിക്ക് അത് പറ്റും ഇല്ല ഇത് പറ്റും എന്നുള്ള ഒരു ഭീതി നമ്മുടെ നാട്ടിൽ പലരും ഉണ്ട്. എൻ്റെ അടുത്ത് തന്നെ പല പേഷ്യൻസും ചോദിക്കാറുണ്ട്, ചുമയുടെ മരുന്ന് കുട്ടിക്ക് എഴുതുന്നുണ്ട് ഡോക്ടർ. ഞാനങ്ങനെ ചുമയുടെ മരുന്നായിട്ട് യൂസ് ചെയ്യാറില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ശ്വാസകോശത്തിൽ എന്തെങ്കിലും ബ്രോങ്കോസ്പാസം അതായത് ശ്വാസം മുട്ടലിൻ്റെ ഇത് കാണുമ്പോൾ അതിനുള്ള ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ചെറിയ കോൾഡ് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന സിട്രസിൻ പോലത്തെ മരുന്നുകൾ യൂസ് ചെയ്യും. അപ്പൊ ഇതൊക്കെ
അതൊക്കെ അതിൻ്റെതായ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. അത് ഏത് പ്രായത്തിൽ എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ ചികിത്സിക്കുന്ന പീഡിയാട്രീഷ്യൻ തീരുമാനിക്കാവുന്നതാണ്. പീഡിയാട്രീഷ്യൻ അവരെ നോക്കി തൂക്കം നോക്കി അതിനനുസരിച്ച ഡോസിൽ ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ ഒരു ചുമയുടെ മരുന്നും ഉപയോഗിക്കേണ്ട എന്ന് അടിവരയിട്ടിട്ട് പറഞ്ഞിട്ടില്ല. അത് ചുമയുടെ മരുന്ന് എന്നുള്ള ലേബൽ ചെയ്യേണ്ട ആവശ്യവുമില്ല ഇങ്ങനത്തെ മരുന്നുകളെ. അതത് ആവശ്യങ്ങളനുസരിച്ച്. ഇപ്പൊ ന്യൂമോണിയയിലും നല്ല ചുമ വരും. അപ്പൊ ആ കഫക്കെട്ട് കുറയ്ക്കാനുള്ള ചില മരുന്നുകളുണ്ട്, മ്യൂക്കോലൈറ്റിക്സ് പോലത്തെ സാധനങ്ങൾ, അത് ഉപയോഗിക്കാം. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ സമയത്തും നേരത്തും ഉപയോഗിക്കാവുന്ന ചുമയുടെ മരുന്നുകളുണ്ട്. അത് ഒരു വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമസ്കാരം.